ഈ യൂണിവേഴ്സിറ്റിയുടെ ബികോം ബിസിനസ് മാനേജ്മെൻറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യായിരുന്നു നമ്മൾ 12ാമത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിലാണ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതിന് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നത് തന്നെയാണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടുക എന്നത് തന്നെയാണ്. അതും എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും പരമാവധിയിൽ അതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. എഫിഷ്യൻസി, മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ കാര്യക്ഷമത ഉണ്ടാവില്ല. സമയബന്ധിതമായ കാര്യങ്ങൾ പൂർത്തിയാക്കണം, ഇക്കണോമിക്കലായി കാര്യങ്ങൾ പൂർത്തിയാക്കണം, ഇഫക്റ്റീവായിരിക്കണം, ഫലപ്രദമായിരിക്കണം. അങ്ങനെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കും. കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൂടുതൽ നല്ല ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഫലപ്രദമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം, സമയബന്ധിതമായി പൂർത്തിയാക്കണം. ഇതെല്ലാം പൂർത്തിയാക്കുക മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. മാനേജ്മെൻറ്റ് ഇല്ലാതെ തൊഴിലാളികളെ ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഇതൊക്കെ സമയബന്ധിതമായി കൃത്യമായി ചെയ്യൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാൽ അത് സ്വാഭാവികമായിട്ടും സാധിക്കണമെന്നില്ല. തൊഴിലാളികൾ ചിലപ്പോൾ വ്യത്യസ്ത മനോഭാവമുള്ളവരുണ്ടാകാം. ഏത് തരം മനോഭാവമുള്ളവരായാലും അവരെ കർശനമായ നിയന്ത്രണത്തിലൂടെയും മേൽനോട്ടത്തിലൂടെയും മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇഫക്റ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ് ആണ്. അതായത് വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം. അത് ഉറപ്പുവരുത്തുവാനായിട്ട് കൃത്യമായ സൂപ്പർവിഷനും കൃത്യമായ കൺട്രോളിങ് മെഷേഴ്സും കൃത്യമായ ഇൻസ്ട്രക്ഷൻസും കൃത്യമായ ട്രെയിനിങ്ങും തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കണം എന്നുള്ളതാണ്. സോ ഇഫക്റ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ് നടത്തണം എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ വലിയ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത്, അഥവാ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കഴിഞ്ഞ കൊല്ലം കസ്റ്റമറെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവാം. അതിനേക്കാൾ കൂടിയ അളവിൽ ഈ വർഷം കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബെറ്റർ സർവീസസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കസ്റ്റമറുടെ ആഫ്റ്റർ സെയിൽ സർവീസുകൾ, അങ്ങനെ വിൽപ്പനാനന്തര സേവനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കുറച്ചുകൂടി വിപുലപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവായിട്ട് നമ്മുടെ പ്രോഡക്റ്റും സർവീസസും കസ്റ്റമേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തുകൊണ്ട്, അങ്ങനെ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ കുറേ കൂടി യൂസർ ഫ്രണ്ട്ലി ആക്കിക്കൊണ്ട്, അങ്ങനെ പല രീതിയിൽ കസ്റ്റമറെ കൂടുതൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഓരോ വർഷവും നമുക്ക് നടത്താൻ കഴിയും. ഒപ്പം തന്നെ ഫോസ്റ്റർ എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജോലി അന്തരീക്ഷം നമുക്ക് സ്ഥാപനത്തിൽ വളർത്തിയെടുക്കുക. ഫോസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. പരിപാലിക്കുക, വളർത്തിയെടുക്കുക, വളർത്തിക്കൊണ്ടുവരിക എന്നൊക്കെയാണ് അർത്ഥം. ഒരു നല്ല വർക്ക് എൻവയോൺമെൻറ്റ് അത് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തൊഴിലാളികൾക്കൊക്കെ വളരെ ആകർഷകമായി തോന്നുന്ന ഒരു നല്ല ടൂൾസ്, ഇംപ്ലിമെൻറ്റ്സ്, വർക്കിംഗ് കണ്ടീഷൻസ്, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് മാനേജ്മെൻറ്റ് ബദ്ധശ്രദ്ധമായിരിക്കുന്നു എപ്പോഴും എന്നതാണ്. ഇത് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ സാധിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ്. ഒപ്പം തന്നെ പ്രൊമോട്ട് ഇന്നൊവേഷൻ ആൻഡ് ഗ്രോത്ത്, പുത്തൻ ഐഡിയാസ് കണ്ടുപിടിക്കുക, കമ്പനിക്ക് പുതിയ വളർച്ച ഉണ്ടാക്കിയെടുക്കുക, ഇതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യമാണ്. ബിൽഡ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നോക്കൂ, നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവരുമായിട്ട് നല്ല അടുത്ത ബന്ധം, നല്ല ആഴമുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഒപ്പം തന്നെ എൻഷുർ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി, ദീർഘകാലത്തേക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സസ്റ്റൈനബിലിറ്റി, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി, ഇതൊക്കെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതും നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും ഉറപ്പുവരുത്തുക എന്നുള്ളതും. അപ്പോൾ ഇതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളാണ്. മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മാനേജ്മെൻറ്റ് തൽക്കാലം ഫീൽഡിൽ നിലനിൽക്കാം എന്നതല്ല, അനന്തകാലത്തോളം ഫീൽഡിൽ നിലനിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള കസ്റ്റമർ റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതും. ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റിയിലാണ് കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നല്ല, ഇനി അങ്ങോട്ടും കമ്പനിയുടെ ആ പ്രോഫിറ്റബിലിറ്റിക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ ഫീൽഡിൽ നമ്മുടെ കമ്പനിയുടെ ബിസിനസ്സിലെ പൊസിഷൻ അത് ഉറപ്പിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അത് ഒന്നുകൂടി ഉയർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ശ്രമിക്കുക എന്നതാണ്. ഒരിക്കലും കമ്പനിയുടെയും പ്രോഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും മാർക്കറ്റിലെ പൊസിഷൻ ഇടിഞ്ഞു പോകാൻ അനുവദിക്കാതിരിക്കുക. അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതിനൊക്കെ മാനേജ്മെൻറ്റ് ബദ്ധശ്രദ്ധമാണ്. ഇതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളാണ് എന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം 13ാമത്തെ ഇതാണ്. വാട്ട് ആർ ദ
പ്രോസസ്സ് ഓഫ് ഓർഗനൈസിങ്. നമുക്കറിയാം പ്ലാനിങ് ഒരു പ്രോസസ്സാണ്, ഓർഗനൈസിങ്ങും പ്രോസസ്സാണ്, സ്റ്റാഫിംഗ് പ്രോസസ്സാണ്. നമ്മളിപ്പോൾ ഓർഗനൈസിങ് എന്ന പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കമ്പനിയിൽ ആകെ എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് നമ്മളാദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഐഡൻറ്റിഫൈങ് ദ ടാസ്ക് ടു ബി ഡൺ. നമുക്ക് ചെയ്യാനുള്ള ജോലികൾ എന്തൊക്കെയാണെന്ന് ആദ്യം തിരിച്ചറിയുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈയിങ് ദ ടാസ്ക്സ് എഹെഡ് ഓഫ് അസ്. നമ്മുടെ മുന്നിലുള്ള ടാസ്ക് എന്തൊക്കെയാണെന്ന് ആദ്യം തിരിച്ചറിയുക. എന്നിട്ട് അസൈനിങ് ദ ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു എംപ്ലോയീസ്. നമ്മുടെ ടാസ്കുകൾ ഓരോന്നും വ്യത്യസ്ത ടാസ്കുകൾ, ഒരേ ഇനം ജോലികളെയൊക്കെ ഗ്രൂപ്പ് ചെയ്ത് ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് അതത് തൊഴിലാളികൾക്ക് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ടാസ്കുകൾ എന്തൊക്കെ തിരിച്ചറിയുക, ഒരേ ഇനം ജോലികളെ ഒരു ഗ്രൂപ്പോ ഡിപ്പാർട്ട്മെൻറ്റോ ആക്കുക, എന്നിട്ടത് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, എംപ്ലോയീസിന് ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഡിവൈഡ് ചെയ്യുക. ദെൻ എസ്റ്റാബ്ലിഷിങ് എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ. അധികാര ഉത്തരവാദിത്ത ബന്ധം സ്ഥാപിക്കുക. ആർക്ക് ആരെ സൂപ്പർവൈസ് ചെയ്യാൻ സാധിക്കും, ആർക്ക് കമാൻഡ് കൊടുക്കണം, ആരോട് റിപ്പോർട്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അവർക്കിടയിൽ, തൊഴിലാളികളിൽ തന്നെയുള്ള ആളുകൾക്കിടയിൽ ഒരു ഉത്തരവാദിത്ത ബന്ധം മാനേജ്മെൻറ്റ് സ്ട്രക്ചറിനുള്ളിൽ ആരോട് റിപ്പോർട്ട് ചെയ്യണം, ആരുടെ സുപ്പീരിയർ, ആരുടെ സബോർഡിനേറ്റ് എന്നതിലെ ഒരു വ്യക്തത, ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കമ്പനിക്കുള്ളിൽ. എന്നിട്ട് നമ്മുടെ കമ്പനിയുടെ ഉള്ളിലോട്ട് തന്നെ ഓരോരുത്തർക്കും എന്തെല്ലാം റോളാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കുക, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് ക്ലാരിഫൈ ചെയ്യുക. ഒപ്പം തന്നെ അലോക്കേറ്റിംഗ് റിസോഴ്സസ് ആൻഡ് ഡെലിഗേറ്റിംഗ് അതോറിറ്റി. കാരണം റിസോഴ്സസ് എന്ന് പറയുന്നത് ഫിസിക്കൽ റിസോഴ്സസ് ആയിരിക്കാം. ഫിസിക്കൽ റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഫിസിക്കൽ റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മെഷീനറി, അവിടുത്തെ ബിൽഡിങ്, ഓഫീസ് സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ആ ഫിസിക്കൽ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുക. ആൻഡ് ഡെലിഗേറ്റിംഗ് അതോറിറ്റി, അധികാരം ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ഉത്തരവാദിത്തം മാത്രം കൊടുത്താൽ മതിയോ? ഇല്ല, ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള അതോറിറ്റിയും അധികാരങ്ങളും അവർക്ക് ഗ്രാൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അസൈനിങ് ഡ്യൂട്ടീസ് എന്ന് ആദ്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടീസ് മാത്രം ഗ്രാൻറ്റ് ചെയ്താൽ മതിയോ? ഇല്ല, അത് ഡ്യൂട്ടീസ് നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള അതോറിറ്റിയും കൂടി അവർക്ക് ഡെലിഗേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം മേളിലാണ് അതോറിറ്റി ഇരിക്കുന്നത്. മേലുദ്യോഗസ്ഥൻ താഴെയുള്ള ആൾക്ക് കൈമാറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൈമാറിക്കൊടുക്കുക എന്നുള്ളതിൻ്റെ വാക്ക് ഡെലിഗേറ്റ് എന്നുള്ളതാണ്. അതേസമയം ഉത്തരവാദിത്തം നമുക്ക് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അവിടെയുള്ള വാക്ക് ഉപയോഗിക്കുന്ന അസൈൻ ചെയ്യുക. അസൈനിങ് റെസ്പോൺസിബിലിറ്റി, ഗ്രാൻറ്റിങ് അതോറിറ്റി അല്ലെങ്കിൽ ഡെലിഗേറ്റിംഗ് അതോറിറ്റി, ഈ വേർഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് അധികാര ഉത്തരവാദിത്ത ബന്ധം സ്ഥാപിക്കുക, ഡ്യൂട്ടീസ് ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, ആ ഡ്യൂട്ടി ചെയ്യാൻ ആവശ്യമായിട്ട് അതോറിറ്റി ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇനി നമ്മളില്ലെങ്കിൽ സ്ഥാപനത്തിൽ ജോലി ഇണങ്ങിക്കഴിഞ്ഞു, വർക്ക് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഓട്ടോമാറ്റിക്കലി ഒരു എണ്ണയിട്ട യന്ത്രം പോലും അത് പ്രവർത്തിച്ചോളും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതാണ്. സോ കോർഡിനേറ്റിംഗ് ദി ആക്ടിവിറ്റീസ്, ഈ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുക, അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്തുക, അവർക്കുള്ള ഗൈഡ് ലൈൻസും വ്യക്തമായ നിയമങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അല്ല എങ്കിൽ ഇവർക്ക് ഈ വർക്ക് ഓർഗനൈസ് ചെയ്യൽ നടക്കുകയില്ല. സോ വ്യക്തമായ നിയമങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ഓടുകയുള്ളൂ എന്നർത്ഥം. ഇനി ഇതാണ് നമ്മുടെ ഓർഗനൈസിങ് പ്രോസസ്സിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഓർഗനൈസിങ് പ്രോസസ്സിനകത്ത് ഇനി അടുത്ത ഒരു ചോദ്യമാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് അഥവാ MBO. ചിലപ്പോൾ MBO ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ MBE ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തൽക്കാലം MBO ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം MBE ഡിസ്കസ് ചെയ്യാം. MBO എന്നതിന് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നാണ് പറയുക. ലക്ഷ്യാധിഷ്ഠിത മാനേജ്മെൻറ്റ്, അതായത് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് മാനേജ് ചെയ്യണം, ആ ഗോൾ അച്ചീവ് ചെയ്യുക എന്നതിൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളെ കൊണ്ടുവരണം. അതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ആയിട്ടുള്ള ഗോൾ എന്താണ് എന്നുള്ളത് അത് നോക്കുക. ആ ടോട്ടൽ 12 മാർക്കറ്റിങ്ങിൽ 12 സൂപ്പർവൈസർമാരുണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ സൂപ്പർവൈസർ കപ്പാസിറ്റിയിലുള്ളവരുണ്ടെന്നിരിക്കട്ടെ, എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുന്നവരുണ്ട്. നമ്മൾക്ക് 12 ലക്ഷമാണ് നമ്മൾ ചെയ്യേണ്ട ബിസിനസ് ടാർഗറ്റെങ്കിൽ ആ ബിസിനസ് ടാർഗറ്റ് സെയിൽസിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷം വീതം ചെയ്യുന്നു. ആ ടാർഗറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും. അപ്പം ആ ഓരോരുത്തരും അവരവരുടെ ഒബ്ജക്റ്റീവ് നേടുമ്പോൾ കമ്പനിയുടെ ടോട്ടൽ ഗോള്
12 ലക്ഷം എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ആ രീതിയിൽ ടോട്ടൽ ആ ലക്ഷ്യം ഓറിയൻറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കുക എന്നതാണ്. സോ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ഈസ് എ മാനേജ്മെൻറ്റ് അപ്രോച്ച് ദാറ്റ് ഇൻവോൾവ്സ് സെറ്റിംഗ് സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ റെലവൻറ്റ് ആൻഡ് ടൈം ബൗണ്ട് ഗോൾസ് ഫോർ എംപ്ലോയീസ്. എംപ്ലോയീസിന് വേണ്ടി അവർക്ക് നേടാൻ കഴിയുന്ന ഗോൾ വയ്ക്കുക, അച്ചീവബിളായ ഗോൾ വയ്ക്കുക, റെലവൻ്റ് ആയിരിക്കണം ആ ഗോള്, ടൈം ബൗണ്ട് ആയിരിക്കണം ആ ഗോള്, സമയബന്ധിതമായിരിക്കണം. അതുപോലെ തന്നെ സ്പെസിഫിക്കായ ഗോളുകൾ, അളക്കാൻ കഴിയുന്ന, കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗോളായിരിക്കണം വെക്കേണ്ടത്. അതായത് നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ഉള്ള ഒരു ഗോളാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് അർത്ഥം. ആൻഡ് ചിലപ്പോൾ ഒരു എംപ്ലോയീസിനായിരിക്കാം അങ്ങനെ ഡിവൈഡ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ABC എന്നിങ്ങനെ 3 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുള്ളിൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ബ്രാഞ്ചസ് തന്നെ കമ്പനിയുടെ ടോട്ടൽ ഗോള് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ലക്ഷ്യം മുൻനിർത്തി അവരെ ഓടാനായിട്ട് പ്രേരിപ്പിക്കുക. ആ ലക്ഷ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. അതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. MBO എയിംസ് ടു അലൈൻ ഇൻഡിവിജ്വൽ ആൻഡ് ടീം ഒബ്ജക്റ്റീവ്സ് വിത്ത് ഹൊറിസോണ്ടൽ ഗോൾസ്. ഇൻഡിവിജ്വലിനും ടീംസിനും ഒക്കെ ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിനെയും ടീംസിനെയും ഒക്കെ പ്രാപ്തരാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊമോട്ടിങ് എ സെൻസ് ഓഫ് പർപ്പസ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ അവർക്കൊരു സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടാകുന്നു, ദിശാബോധം ഉണ്ടാകുന്നു. ഞാൻ എന്തിനു വേണ്ടിയാണ് ഞാൻ ഓടേണ്ടതെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് ആ ഒരു എന്തൂസിയാസം ആ കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് നൽകാൻ കഴിയുള്ളൂ. എന്നാൽ മാത്രമല്ലേ എൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് ആ ലക്ഷ്യം നേടൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ലക്ഷ്യം നേടിയോ എന്ന് എന്നോട് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ലക്ഷ്യത്തിൻ്റെ അപ്പോഴുള്ള പുരോഗതി എനിക്ക് എൻ്റെ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ലക്ഷ്യം കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണെന്നുള്ളതാണ്. സോ MBOയുടെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലിയർ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെ ആയിരിക്കണം വ്യക്തമായ ലക്ഷ്യങ്ങൾ. സെയിൽസിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് എങ്കിൽ കൂടി അത് തന്നെ ആവണമെന്നില്ല. ഒബ്ജക്റ്റീവ്സ് എന്തായാലും ആ ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആവാം, ഇത്ര ക്വാണ്ടിറ്റി വർക്ക് തീർത്തിരിക്കണം എന്നതാവാം കൊടുക്കുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെ ആ രീതിയിൽ. സോ എസ്റ്റാബ്ലിഷിങ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ആ വർക്ക് ഇന്ന ക്വാളിറ്റിയിൽ പെർഫോം ചെയ്തിരിക്കണമെന്നുകൂടി പറയാം. അപ്പോൾ വർക്ക് ആ ക്വാണ്ടിറ്റി വേഗം തീർക്കുന്നതിൻ്റെ തിരക്കിനിടയിൽ അതിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്ത് പോകാനിടയുണ്ട് തൊഴിലാളികൾ. അതും പാടില്ല. അവർക്ക് ആ പെർഫോമൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മോണിറ്ററിങ് പ്രോഗ്രസ്. അവരുടെ പ്രോഗ്രസ് നമ്മൾ മോണിറ്റർ ചെയ്യാനായിട്ട് ഇരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും അവരുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഇഷ്യൂ ആകും. സോ ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് ഇവാലുവേഷനാണ് അടുത്തതായിട്ട് പറയുന്നത്. അവരുടെ പ്രകടന വിലയിരുത്താൻ നമുക്ക് കഴിയണം. പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ആൻഡ് കോച്ചിങ്. ഫീഡ്ബാക്ക് നൽകാൻ കഴിയണം, കോച്ചിങ് നൽകാൻ കഴിയണം. അടുത്തത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നതാണ് അടുത്ത ചോദ്യം. സോ ഡെലിഗേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അസൈനിങ് ടാസ്ക്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു സബോർഡിനേറ്റ്സ്. നമ്മളുടെ ജോലികളും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ സബോർഡിനേറ്റ്സിന് അസൈൻ ചെയ്യുന്ന ടാസ്ക്കാണ് ഡെലിഗേഷൻ. ഗിവിങ് ദം ദ അതോറിറ്റി ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് ടേക്ക് ആക്ഷൻസ്. ഡിസിഷൻ എടുക്കാനായിട്ടുള്ള അതോറിറ്റി അവർക്ക് നൽകുക, ആക്ഷൻ എടുക്കാനുള്ള അതോറിറ്റി അവർക്ക് നൽകുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെലിഗേഷൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അസൈൻമെൻറ്റ് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മുടെ ടാസ്കും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ നമ്മൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ടോട്ടൽ ടാസ്ക് എന്താണ്, ടോട്ടൽ റെസ്പോൺസിബിലിറ്റി എന്താണ്. ഗ്രാൻറ്റിംഗ് ഓഫ് അതോറിറ്റി. അതായത് ഞാനൊരു മേലധികാരിയാണെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലികളിൽ കുറച്ചു ഭാഗം എൻ്റെ കീഴ്ജീവനക്കാരന് കൈമാറുക, അതാണല്ലോ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. പക്ഷേ കൈമാറുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, എത്ര ടാസ്ക്കാണ് ഞാൻ കൈമാറുന്നത്, ആ കൈമാറുന്ന ടാസ്ക് എൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന എൻ്റെ സബോർഡിനേറ്റ് എന്തെന്ത് റെസ്പോൺസിബിലിറ്റിയാണ് അതിനകത്ത് അദ്ദേഹത്തിനുള്ളതെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുക, അത് ഏൽപ്പിച്ചു കൊടുക്കുക. താങ്കൾ ഇത്രയും ജോലി ചെയ്യേണ്ടതുണ്ട്, അത് നിർവഹിച്ചതിന് ശേഷം എന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്, ടൈം ബൗണ്ടഡായിട്ട് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും എഴുതി വയ്ക്കേണ്ടതുണ്ട് എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ്. ദെൻ അത് ആ കാര്യങ്ങളും ആ പുസ്തകങ്ങളും ആ രജിസ്റ്ററും ഒക്കെ എടുക്കാനുള്ള അധികാരം അയാൾക്ക് ഞാൻ കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആ ജോലി ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഏരിയ, സ്പേസ്, എക്യുപ്മെൻറ്റ്സിന്മേലുള്ള അവരുടെ പെരുമാറ്റ സ്വാതന്ത്ര്യം, ഇതൊക്കെ എനിക്ക് ഗ്രാൻറ്റ് ചെയ്യുക, അതോറിറ്റി ഗ്രാൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അതിനാവശ്യമായ ഇത്തരം ജോലിക്കാരെ അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഭാഗമാണ്.
റിസൾട്ട് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് അക്കൗണ്ടബിലിറ്റി പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ റിസൾട്ട് എത്രമാത്രമായി എന്നുള്ളത് ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഓഫ് എക്സ്പെക്റ്റേഷൻസ്, നമ്മുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് ക്ലിയറായിട്ട് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒപ്പം തന്നെ മോണിറ്ററിങ് ആൻഡ് ഫീഡ്ബാക്ക്, മോണിറ്ററിങ്ങും ഫീഡ്ബാക്കുമാണ്. അതായത് അതിൻ്റെ നിരീക്ഷണവും അതിൻ്റെ കണക്ക് ബോധിപ്പിക്കൽ, അല്ലെങ്കിൽ അതിൻ്റെ നിലവിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് എന്താണ് എന്നുള്ളത് നമ്മളെ മുകളിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മോണിറ്ററിങ്ങും നടത്തിക്കൊണ്ടിരിക്കണം, ഫീഡ്ബാക്കും കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം, അവരുടെ പ്രതികരണം എന്താണെന്നും കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇങ്ങനെയാണ് ഡെലിഗേഷൻ ആ വർക്കിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചുള്ള ഫീഡ്ബാക്ക് ആവാം, അല്ലെങ്കിൽ അപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് ആവാം, ഒക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എംപവർമെൻറ്റ്, ചിലപ്പോൾ അവർ വളരെ വീക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ലോ ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ അവരെ മോറലായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർക്ക് വെറുതെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു, ഞാൻ സുപ്പീരിയർ സബോർഡിനേറ്റിന് വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു എന്നതുകൊണ്ട് വർക്ക് അവസാനിക്കുന്നില്ല, ഡെലിഗേഷൻ എന്ന വർക്ക് അവസാനിക്കുന്നില്ല. അതിൻ്റെ ഫോളോ അപ്പാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നോർക്കുക. സോ ഇഫക്റ്റീവ് ഡെലിഗേഷൻ എനേബിൾസ് മാനേജേഴ്സ് ടു ഫ്രീ അപ്പ് ടൈം. ഇഫക്റ്റീവായി നമ്മളുടെ വർക്ക് താഴെയുള്ള ജീവനക്കാർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അത്രയും സമയം ലാഭമാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ജോലി നിർവഹിക്കാനായിട്ട് നമ്മൾ സമയം മെനക്കെടുക. ഇതിപ്പോൾ നമ്മളങ്ങോട്ട് ശ്രദ്ധിക്കാത്ത സമയത്ത് അവർ വർക്കിംഗ് മോഡിലായിരിക്കും എന്നത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതാണ് നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാൻ കഴിയും. സോ ഡെവലപ്പ് എംപ്ലോയി സ്കിൽസ്. അപ്പോൾ മാത്രമല്ല, അതുകൊണ്ട് വേറെ അഡ്വാൻറ്റേജ്, നമ്മുടെ എംപ്ലോയി ആ സ്കില്ലിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആൻഡ് ഇമ്പ്രൂവ് പ്രൊഡക്ടിവിറ്റി. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയും അപ്പോൾ ഉയരുകയാണ്. കാരണം നമ്മളപ്പോഴേക്കും കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് പരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ തലപുകയ്ക്കുന്ന നേരത്ത് ഈ ഡൂയിങ് വർക്കിലേക്ക് നമ്മുടെ വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കിട്ടിയ ആൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി അപ്പോൾ വരികയാണ്. നമ്മൾ പുതിയ പ്രോഡക്റ്റ് ലൈനിലേക്ക് ശ്രദ്ധിക്കുന്നു, പുതിയ ഇന്നോവേറ്റീവ് പ്ലാനുകളിലേക്ക് ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ അപ്പോൾ മേലധികാരികൾക്ക് ഫ്രീ ടൈം കിട്ടണം. ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് സ്ഥാപനത്തിന് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ്. സോ ഇത് ഡെലിഗേഷനിലൂടെ മാത്രമേ സാധിക്കൂ. ഡെലിഗേഷൻ നടപ്പിലാക്കാത്ത സ്ഥാപനങ്ങൾക്ക് വളരാൻ കഴിയില്ല എന്നത് 100% വ്യക്തമായിട്ടുള്ളതാണ്. വർക്ക് കൈമാറി കൊടുക്കുക എന്നുള്ളതാണ് ഡെലിഗേഷൻ. ബൈ ഡെലിഗേറ്റിംഗ് ടാസ്ക്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മാനേജേഴ്സ് ക്യാൻ ഫോക്കസ് ഓൺ ഹൈ പ്രയോറിറ്റി ആക്ടിവിറ്റീസ്. മാനേജർമാർക്ക് അപ്പോൾ തങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ആവശ്യമുള്ള ഹൈ പ്രയോറിറ്റി ആക്ടിവിറ്റികളിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്, തന്ത്രപരമായ ഡിസിഷൻ മേക്കിംഗ് പ്ലാനുകൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഡെലിഗേഷനിലൂടെ നമുക്ക് സാധിക്കുന്ന കാര്യം. ഓക്കെ, ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ